ഹലോ ഫ്രണ്ട്സ്, സൃഷ്ടിസ് മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ ഷംനി. നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗം കഴിഞ്ഞ് വേസ്റ്റി കൊണ്ട് ഡംപ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസ് എല്ലാം. പക്ഷേ ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് ഒപ്പിക്കാമെന്നറിയാം. ഞാനിന്ന് സിമ്പിളായിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഒരു പെൻ ഹോൾഡറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ നമുക്കൊരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാം. ഇതിനായിട്ട് വെറും പേപ്പേഴ്സ്, ഫെവിക്കോള്, പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗസീൻ പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ സൈസിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത പേപ്പർ കൊണ്ട് ബോട്ടിൽ ഒന്ന് റാപ്പ് ചെയ്ത് അതിൻ്റെ രണ്ട് അറ്റത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബോഡി ആയി. ഇനി വേണ്ടത് നമുക്ക് ബേസാണ്. അതിനായിട്ട് വേറൊരു മാഗസീൻ പേപ്പർ എടുത്ത് അതിൽ ബോട്ടത്തിൻ്റെ അളവിൽ നമ്മളൊരു സർക്കിൾ വരച്ചെടുക്കുക. ഈ സർക്കിളിന് ചുറ്റും സൺറൈസിൻ്റെ റേസിനെ പോലെ നമ്മൾ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓരോ റേസിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഇത് ബോഡിയിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ബോട്ടിലിൽ ഫെവിക്കോൾ ആകാതെ ശ്രദ്ധിക്കണം. ഈ മാഗസിൻ പേജ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് തിക്നെസ്സിൽ നമുക്ക് ഫസ്റ്റ് ലെയർ തന്നെ കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ബോഡിയും ബേസും തമ്മിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ടംപ്ലറിൻ്റെ ഷേപ്പായി. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ്. അതിനായിട്ട് കുറച്ച് ഒന്നില്ലെങ്കിൽ റെക്റ്റാങ്കിൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊലാഷ് പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിവിടെ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് 1 by 1 ആയിട്ട് ബോഡിയിൽ ആദ്യം സ്റ്റിക്ക് ചെയ്യുക. ഒരു ലെയർ ബോഡിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ സെയിം ലെയറിൽ തന്നെ നമ്മൾ ബേസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈവൺ ആയിട്ട് നമുക്കൊരു സ്ട്രക്ചർ കിട്ടുകയുള്ളൂ. നമ്മൾ ബോട്ടത്തിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ആദ്യം ഒരു ഡയറക്ഷനിൽ സ്റ്റിക്ക് ചെയ്യുക. പിന്നെ അടുത്ത സ്ട്രിപ്പ് ക്രോസ് ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഒരു 3-4 ലെയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് അത്യാവശ്യം ചെറിയൊരു തിക്നെസ് വരുമ്പോൾ നമുക്ക് പതുക്കെ ആ ബോട്ടിലൊന്ന് വലിച്ച് ഊരി മാറ്റാം. ഇപ്പോൾ അത്യാവശ്യം ഒരു ടംപ്ലറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിമ്മിൽ കാണുന്ന ആ ഒരു അൺഈവൺ ആയിട്ടുള്ള സർഫസ് നമുക്കൊന്ന് ഈവൺ ആക്കണം. അത് ഹൈഡ് ചെയ്യാനായിട്ട് വീതി കുറഞ്ഞ സ്ട്രിപ്പ് എടുത്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഔട്ടർ ബേസ് മുതൽ ഇന്നർ ബേസ് വരെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഓരോന്നായിട്ട് ഓരോ സ്ട്രിപ്സായിട്ട് സ്റ്റിക്ക് ചെയ്ത് പോവാം ഈ ടംപ്ലറിന് ചുറ്റും. അപ്പോൾ ആ റിമ്മിലുള്ള കംപ്ലീറ്റ് അൺഈവൺ എഡ്ജസ് എല്ലാം നമുക്ക് ഈവൺ ആയിട്ട് കിട്ടും. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ടംപ്ലറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിന് വേണ്ടത് ഒരു ഔട്ടർ കവറാണ്. ഇതിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പേപ്പറിൽ നമ്മുടെ ലോഗോ പ്രിൻറ്റ് ചെയ്തിട്ട് അതിൽ പേപ്പർ മാർബിളിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഒരു ട്രേയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ പെയിൻറ്റ് ബ്രഷ് കുറച്ച് കളേഴ്സിൽ ഡിപ്പ് ചെയ്ത് ആ പെയിൻറ്റ് ബ്രഷ് വെള്ളത്തിലും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേപ്പർ എടുത്ത് അതിൽ ഡിപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് 1 സൈഡ് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഡ്രൈ ആവാനായിട്ട്. ഇതുപോലത്തെ 4 പേപ്പർ മാർബിളിംഗ് ചെയ്ത് വെക്കുക. ഒരെണ്ണം ഔട്ടർ വാളിനും ഔട്ടർ ബേസിനും പിന്നെ ഇന്നർ ബേസിന് വേണം നമുക്കൊരെണ്ണം, ഇന്നർ വാളിനും വേണം. അങ്ങനെ 4 ഷീറ്റ്സ് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ബേസിനായിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിന് ചുറ്റും സൺറൈസ് പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ഇന്നർ ബേസിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ റേസുകൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റേസുകൾ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചുളിവ് വീഴാതെ പ്രത്യേകം സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് ഈ ഇന്നർ വാളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ റേസ് എല്ലാം വാളിലും കൂടി ഫിക്സ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് ഔട്ടർ ബേസ് സ്റ്റിക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഔട്ടർ ബേസും സ്റ്റിക്ക് ചെയ്യാം. ഇന്നർ വാളിന് വേണ്ടിയിട്ട് പേപ്പർ മാർബിളിംഗ് ചെയ്ത് മാറ്റി വെച്ച ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈസിന് കുറച്ചൊന്ന് തള്ളി നിൽക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇന്നർ വാളിൽ സ്റ്റിക്ക് ചെയ്യുക. ഇത് പുറത്തേക്ക് തള്ളി നിന്നാലും കുഴപ്പമില്ല. എക്സ്ട്രാ വരുന്നത് നമുക്ക് ഔട്ടർ കവറിലോട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് കവറപ്പായി പോകും. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാണ് ലാസ്റ്റ് ലെയർ. ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് കളേഴ്സാണ്. നമുക്ക് ഡാർക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ മാർബിളിംഗ് തന്നെ നമുക്ക് ഡാർക്കായിട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ആദ്യം ഔട്ടർ ലെയറിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒരു ക്ലിങ് ഫിലിമിൽ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഡ്രോപ്സ് ഒഴിക്കുക പല കളേഴ്സായിട്ട്. എന്നിട്ട് അത് ആ ക്ലിങ് ഫിലിമിൽ ഈ ടംബ്ലർ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നല്ലൊരു പേപ്പർ മാർബിളിംഗ് ഡാർക്ക് കളേഴ്സിൽ കിട്ടും. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലേസാണ്. ഈ രണ്ട് എൻഡിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാനൊരു ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ട് സ്പിൻ ചെയ്തിട്ട് റൗണ്ടിലാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കും, ഒരു കോട്ട്. ജസ്റ്റ് അതിൻ്റെ കളറ് ലാസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ലാസ്റ്റ് കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ സിമ്പിൾ ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് അധികം ഷൈനിങ് ഒന്നും ഉണ്ടാവില്ല. ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ നല്ലൊരു ഷൈനിങ്ങും ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് റെഡിയാണ്. പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോ പീസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.